നിങ്ങൾ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു സമയം അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമാണ്. കാരണം നിങ്ങൾ ഫ്രഷായിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോയ്സസ് കിട്ടുന്നത്. നിങ്ങൾ എങ്ങോട്ട് തിരിയണം, ഏത് ജോബ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കണം, ഏത് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കണം എന്നെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രഷറായിരിക്കുമ്പോഴാണ്. പലരും 1-2 വർഷം ഒരു ജോബ് ഫംഗ്ഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു ബിസിനസ് ഫംഗ്ഷൻ മാറാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളൊരു 3-4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അത് മാറുക, നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ മാറുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഹ്യൂമൻ റിസോഴ്സസ് വേണോ, മാർക്കറ്റിംഗ് വേണോ, സെയിൽസ് വേണോ, ഫിനാൻസ് വേണോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഫംഗ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം. മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും വലിയ ഇൻഡസ്ട്രി അല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഏറ്റവും വലിയ ഇൻഡസ്ട്രി നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കൂടുതൽ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്, ഫീൽഡ് ഏതാണ് എന്ന് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. IT, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഫാർമ, റീറ്റെയിൽ, ടെക്സ്റ്റൈൽ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് നല്ല മുൻതൂക്കമുള്ള സെക്ടേഴ്സാണ് ഇതെല്ലാം. അതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് വളരെ റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും ഒരുപാട് ജോബ് ഓപ്പണിങ്സും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇ കൊമേഴ്സ് കമ്പനികൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സെപ്റ്റോ, മൈൻട്ര, വാൾമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ. ഇപ്പോൾ ഇ-കോം രംഗത്തുള്ള ചില കമ്പനികൾ ഇപ്പം ശരിക്കും വലിയ വലിയ സിറ്റികളിലൊക്കെ 7-8 മിനിറ്റ് സമയത്തിനകത്താണ് ഓരോ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സാധനം ഓൺലൈനിൽ കണ്ടു, അത് ചൂസ് ചെയ്തു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷേ ഇത് ആരെങ്കിലും നമ്മൾ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു തരണം ഒരു 7-8 മിനിറ്റിനുള്ളിൽ. അങ്ങനെയാണ് കമ്പനികൾക്ക് സാധിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും എല്ലാം ഇത്തരം കമ്പനികളുടെ പിന്നിലെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഫേമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരാൾ സാധനം കൊണ്ടുതരുന്ന ഒരു ഡെലിവറി അത് ഫാസ്റ്റാക്കാൻ വേണ്ടി അവർക്ക് ഓരോ 3-4 കിലോമീറ്ററിലും മൾട്ടിപ്പിൾ ഡെലിവറി പോയിന്റ്സ് വേണം. ഇന്ന് മിക്കവാറും എല്ലാ കമ്പനികൾക്കും അത്തരം ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ഇതിനകത്തുള്ള ഒരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം ഈ 7-8 മിനിറ്റ്സിനകത്തുള്ള ഒരു ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഇപ്പം വലിയ വലിയ സിറ്റികളിൽ മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. നാളെ അവർ മറ്റുള്ള സിറ്റികളിലേക്കും എൻ്റർ ചെയ്യും. അപ്പം അവിടെയും 100% അവിടെയും നമുക്ക് വലിയൊരു എക്സ്പാൻഷൻ ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ത്യക്ക് വളരെ മുൻതൂക്കമുള്ള മറ്റൊരു ഫീൽഡാണ് ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ. ഈ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റൽസ് മാത്രമല്ല. ഹോസ്പിറ്റൽസിലെല്ലാം ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ പോലും അത് ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട മറ്റനേകം ഫീൽഡുകൾ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GCC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ്, അതായത് പുറത്തുള്ള കമ്പനികൾ, മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾ അവരുടെ ഫങ്ഷൻസ്, അവരുടെ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന, അത്തരം ജോലികൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾ. ഈ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 50%. ലോകത്തിലുള്ള ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിൽ 50% ഇന്ത്യയിലാണ്. ഇതിനകത്ത് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാം, മറ്റ് ടെക്നിക്കൽ ഫങ്ഷൻസ് ഉണ്ടാവാം. GCCയിലുള്ള ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിലുള്ള ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ്.